നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. തിരൂരിലെ മണ്ണിടിച്ചിലും അർജുൻ എന്ന ലോറി ഡ്രൈവറെ കാണാതായത്, വയനാട് ദുരന്തം വരെ കേരളത്തിലെ എല്ലാ ചാനലുകളും ആഘോഷമാക്കിയ ന്യൂസ് ആയിരുന്നു അത്. എല്ലാ വീടുകളിലും അർജുനനെ സ്വന്തം മകനെ പോലെ, സ്വന്തം ജ്യേഷ്ഠനെ പോലെയൊക്കെ കണ്ടുകൊണ്ട് അർജുന്റെ തിരിച്ചുവരവിനായി കാത്തിരുന്ന കാലഘട്ടം. പക്ഷേ അർജുൻ എന്ന ദുരന്തത്തിനേക്കാൾ വലിയൊരു ദുരന്തം കേരളത്തിലെ വിഴിഞ്ഞതോടുകൂടി അർജുൻ പിറകിലേക്ക് തള്ളിപ്പോയെങ്കിലും വീണ്ടും അർജുൻ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. നിലവിൽ ചർച്ചാ വിഷയമായിരിക്കുന്നത് ചില നന്മ മരങ്ങളുടെ ഉദയത്തോടു കൂടിയാണ്. രണ്ട് വ്യക്തികളാണ് നിലവിലെ പരാമർശിക്കുന്നത്. ഒന്ന് ലോറി ഉടമ മനാഫ്, പിന്നെ മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ. എന്താണ് ഇവിടെ ഉണ്ടായത്? ലോറി ഉടമ മനാഫിനെ നിലവിൽ മതത്തിന്റെ പേരിൽ ഇവരെ വേർതിരിച്ചു വെക്കുന്ന ചില ഫാക്ടറുകൾ കൂടിയുണ്ട്. മനാഫ് എന്നത് സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും പര്യായമായി മാറിയപ്പോൾ മനാഫ് ഇസ്ലാം മത വിശ്വാസി ആയതോടുകൂടി അതിനെ പ്രൊമോട്ട് ചെയ്യാൻ ഒരുപാട് പേര് വന്നു. ഇതിലൊരു വർഗീയ ചായ്വുണ്ട്. എന്തുകൊണ്ട് ഇതിനൊരു വർഗീയ ചായ്വ് വരുന്നു എന്ന് ചോദിച്ചാൽ, പ്രളയകാലത്ത് വസ്ത്രങ്ങൾ സൗജന്യമായി നൽകിയ കടക്കാരനെ കേരളം മുഴുവൻ ആഘോഷിച്ചതാണ്. ആ നന്മ നമ്മൾ എല്ലാവരും കണ്ടതുമാണ്. എന്നാൽ രക്ഷാപ്രവർത്തനത്തിനിടെ മരണപ്പെട്ടുപോയ ലിനീഷിനെ പിന്നീട് ഒരിക്കലും കേരളം ഓർത്തിട്ടില്ല. ലിനീഷിന് വേണ്ടി നമ്മൾ എപ്പോഴെങ്കിലും ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടോ? നമുക്കറിയില്ല. രക്ഷാപ്രവർത്തനത്തിന്റെ മരണം സംഭവിച്ചവർ ഒരുപാട് പേരാണ്. രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ജീവൻ മരണ പോരാട്ടത്തിൽ ഏർപ്പെട്ടവർ ഒരുപാട് പേരാണ്. ഇപ്പോഴിതാ ഷിരൂരിലെ മണ്ണിടിച്ചിലും ലോറി ഡ്രൈവറായ അർജുനെ കാണാതായത് അർജുന്റെ മുതലാളിയായ ലോറി ഉടമ മനാഫ്. സ്വന്തം പേരിൽ തന്നെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൊണ്ട് അർജുനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അപ്പോൾ തന്നെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നു മനാഫ്. അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് പിന്നിൽ എന്തെങ്കിലും ഗൂഢലക്ഷ്യങ്ങളുണ്ട് എന്ന് ഞാൻ ആരോപിക്കുന്നില്ല. പണം ലക്ഷ്യം വെച്ചിട്ടാണ് അദ്ദേഹം ചാനൽ തുടങ്ങിയതെന്നും ഞാൻ ആരോപിക്കുന്നില്ല. മനാഫ് എന്ന ആൾക്ക് പറ്റിയ അബദ്ധം എന്താണെന്ന് വെച്ചാൽ, മനാഫ് ലോറി ഡ്രൈവർ ആയിരിക്കും, മനാഫ് ലോറി ഓടിച്ചിട്ടുണ്ടാവും, മനാഫ് ലോറിയുടെ എല്ലാ കാര്യങ്ങളും അറിയുന്നവരായിരിക്കും, മനാഫിന് തടി കയറ്റി വരുന്ന ലോറിയുടെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ആളുമായിരിക്കും. പക്ഷേ ഒരു മണ്ണിടിച്ചിലോ അപകടമോ അതുപോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ടുണ്ടാകാവുന്ന കൊളാറ്ററൽ ഡാമേജ് എത്രത്തോളമാണെന്നും എങ്ങനെ അതിനെ വിലയിരുത്തണം എന്നുള്ള ബുദ്ധി വൈഭവമൊന്നും മനാഫെ നിങ്ങൾക്കില്ല. നിങ്ങൾ ആ ലോറിയുടെ ഉടമ മാത്രമാണ്. ഇത്രയും വലിയ ആഘാതത്തിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടും അവിടുത്തെ കർണാടക സർക്കാരും അവിടുത്തെ പോലീസുകാരും എല്ലാം ഒലിച്ച് പുഴയിൽ പോയിട്ടുണ്ട് എന്ന് പറയുകയും തിരച്ചിലുകൾ മഴ ശാന്തമായതിനു ശേഷവും പുഴയിലെ കുത്തൊലിക്ക് നിന്നതിന് ശേഷം മാത്രമേ തുടങ്ങാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞപ്പോഴും, അല്ലെങ്കിൽ അതിനുവേണ്ടി അവർ വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴെല്ലാം ലോറി കരയിൽ തന്നെ ഉണ്ട്, മണ്ണിനടിയിൽ തന്നെ ഉണ്ട് എന്ന് വാശി പിടിച്ചുകൊണ്ട് ഇത്രയും ടണ്ണേജ് ഭാരമുള്ള ലോറി, 40 ടൺ ഭാരമുള്ള ലോറി, 400 തടിക്കഷ്ണങ്ങൾ, ബെൻസ് ലോറി, ഇതൊന്നും ഒഴികെ പുഴയിൽ പോകാൻ ഒരു സാധ്യതയുമില്ല എന്നും അങ്ങനെ പറയാൻ ഇത്രയെങ്കിലും എഞ്ചിനീയറിംഗ് ബുദ്ധി വേണ്ട എന്നൊക്കെ വിദഗ്ധരെയും അവിടെ ഉള്ളവരെയും ഉപദേശിച്ച ആളാണ് താങ്കൾ. നിങ്ങൾ ഒറ്റൊരാൾ കാരണമാണ് അത് അത്രയും വൈകിയത് എന്ന് വേണമെങ്കിൽ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് നേരെ ഒരു ആരോപണം ഉന്നയിക്കുന്നു. നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് അത് അവിടെ തന്നെ ഉണ്ട് എന്നൊന്ന് വാദിച്ചത്? നിങ്ങൾ മാത്രമല്ല, കേരളത്തിൽ നിന്ന് അവിടെ എത്തിയിട്ടുള്ള നമ്മുടെ മതേതര ചാനലുകളെല്ലാം തന്നെ അവിടെ കാണിച്ചു കൂട്ടിയത് ഇന്ത്യയും പാകിസ്ഥാനും പോലെ ഒരു ബദ്ധശത്രുത കർണാടകയും കേരളവും തമ്മിൽ വളർത്തിയെടുക്കാനുള്ള ശ്രമമാണ്. അവിടെ എന്താണ് നടന്നതും എന്ത് സംഭവിച്ചിരിക്കാമെന്നും എന്തൊക്കെയാണ് വരാൻ പോകുന്നതെന്നും അവിടുത്തെ കർണാടക പോലീസിനും മറ്റു വിദഗ്ധർക്കും നന്നായിട്ട് അറിയാവുന്നിരിക്കെ കർണാടകയിലുള്ള ആൾക്കാർ മലയാളി ആയതുകൊണ്ട് മാത്രം ഇയാളെ തിരയുന്നില്ല എന്നൊരു രീതിയിലേക്ക് നരേഷൻസ് കൊണ്ടുപോകാൻ ശ്രമിച്ചു. നിങ്ങൾ ഓർക്കണം, ആ കരയിലുണ്ടായിരുന്ന ഒരു ചായക്കടയും വീടും അടക്കം മൊത്തത്തിൽ ഒലിച്ചുപോയി. അതിന്റെ മറുഭാഗത്തുണ്ടായിരുന്ന ഒരു ഗ്രാമം ഭാഗികമായി നശിച്ചുപോയി. കാണാതായവർ ഒരുപാട്, മരണപ്പെട്ടവർ ഒരുപാട്. ഇതിന്റെയൊക്കെ ഇടയിൽ അർജുന് മാത്രം പ്രാധാന്യം നൽകിക്കൊണ്ട് നമ്മൾ കാണിച്ച പോക്കൃത്തരം, നമ്മളല്ല, കേരളത്തിലെ ന്യൂസ് ചാനലുകൾ എന്ന് പറയപ്പെടുന്ന മാധ്യമ ചെറ്റകൾ കാണിച്ച തെമ്മാടിത്തരം, അതും ഇതിനൊരു കാരണമായി. ഒടുവിൽ ലോറി കരയിലില്ല എന്ന് കണ്ടപ്പോൾ പുഴയിലേക്ക് തിരച്ചിൽ വ്യാപിപ്പിച്ചത്. ആ പുഴയിലേക്ക് തിരച്ചിൽ വ്യാപിപ്പിച്ച സമയത്താണ് ഈശ്വർ മാൽപേ എന്ന പേര് നമ്മൾ കൂടുതൽ പറഞ്ഞു കേട്ടത്. അന്ന് പുഴയിലെ വെള്ളത്തിന്റെ ഒഴുക്ക് 6 നോട്ടിക്കൽ മൈലിന് മേലെയാണെന്നും അത് തിരയാനായി ഇറങ്ങുന്നത് വളരെ റിസ്ക് ആണെന്നും ജീവന് തന്നെ ഭീഷണിയാണെന്നും അന്ന് മുങ്ങൽ വിദഗ്ധർ പലരും പറഞ്ഞിരുന്നതുമാണ്. അന്നും ഈശ്വർ മാൽപേയൊക്കെ വളരെ കാര്യമായിട്ട് തന്നെ അന്വേഷിച്ചു. പക്ഷേ ഫലമൊന്നും ഉണ്ടായില്ല. വീണ്ടും വിദഗ്ധമായ ഉപകരണങ്ങൾ കൊണ്ടുവന്ന് പരിശോധിച്ചു. പിന്നീട് 2 മാസങ്ങൾക്കിപ്പുറം ഈശ്വർ മാൽപേ ഉൾപ്പെടുന്ന സംഘം തന്നെ അർജുനെ കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ മനാഫിന് പറ്റിയ തെറ്റെന്താണെന്ന് ഞാൻ പറഞ്ഞു. മനാഫ് ഇങ്ങനെ ഒരു ആരോപണം മുന്നോട്ട് വെക്കാൻ പാടില്ലായിരുന്നു. മനാഫ് പറയാമായിരുന്നു, എനിക്കറിയില്ല, ചിലപ്പോൾ കരയിൽ ഉണ്ടാകാം, എന്തായാലും അവിടെ ഒന്ന് തപ്പാം, പുഴയിലേക്ക് പോയിട്ടുണ്ടാകുമോ എന്ന് എനിക്കറിയില്ല എന്ന് പറയുന്നതിന് പകരം മൊത്തം വിദഗ്ധരെയും അവിടെ ഉണ്ടായിരുന്ന മൊത്തം ക്രൂവിനെയും അപമാനിച്ചുകൊണ്ട് നിങ്ങൾ വളരെ ബുദ്ധിവൈഭവമുള്ള ഒരാളായിട്ട് അന്ന് അവിടെ പെർഫോം ചെയ്തു. അത് കഴിഞ്ഞ് ഇന്നിപ്പോൾ അർജുന്റെ ബോഡി കെട്ടിക്കഴിഞ്ഞു. എല്ലാത്തിനും ഉപരിയായിട്ട് ഒരു ദുഃഖം മാത്രമാണ് അവശേഷിക്കുന്നത്. കുറെ അദ്ദേഹത്തിന്റെ കുട്ടിക്ക് വേണ്ടി വാങ്ങിയ കളിപ്പാട്ടം, ഫോണ്, നമുക്ക്
ഒരാളുടെ മരണം വലിയൊരു ജനസംഖ്യയിൽ ഒന്നുമല്ലെങ്കിലും ആ ആളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഭാര്യ, അച്ഛൻ, അമ്മ, മക്കൾ, സഹോദരങ്ങൾ ഇവർക്കൊക്കെ വളരെ വലിയ വേദന തന്നെയാണ് നൽകുന്നത്. നിലവിൽ അർജുന്റെ കുടുംബം നടത്തിക്കൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ, നിങ്ങൾക്കിത് ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടാതെ മനാഫിനെ നേരിട്ട് ഫോൺ ചെയ്ത് പറയേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ. കേരള രാഷ്ട്രീയത്തിൽ കോളിളക്കങ്ങൾ ഉണ്ടാക്കുന്ന, കേരളത്തിന്റെ സാമൂഹിക സാഹചര്യങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന വലിയ സംഭവമൊന്നും അല്ല എങ്കിൽ പോലും നിങ്ങൾക്കത് ആദ്യം അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് പറയുകയും പിന്നെയും അദ്ദേഹം ഇതുപോലുള്ള പിരിവുകളൊക്കെ തുടങ്ങുകയാണെങ്കിൽ മാത്രം നിങ്ങൾക്കത് പബ്ലിക്കലി പറയാമായിരുന്നു. നിലവിൽ അദ്ദേഹത്തിന്റെ ബോഡി കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ വിശുദ്ധ കുപ്പായം അണിഞ്ഞ് മനാഫ് വീണ്ടും രംഗത്തെത്തി. മനാഫ് അമ്മയ്ക്ക് കൊടുത്ത വാക്കാണ്, ഭാര്യയ്ക്ക് കൊടുത്ത വാക്കാണ്, അവൻ ഇല്ലാതെ ഞാൻ വരില്ല, 75,000 രൂപയോളം മാസം സമ്പാദിക്കുന്ന ആളാണ്, എന്റെ സഹോദരനാണ്, അങ്ങനെ എന്തൊക്കെയൊക്കെയോ നിങ്ങൾ പറയുകയും മതത്തിൽ ഭ്രമിച്ചു പോയി നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്നതുകൊണ്ട് തന്നെ ഇടതുപക്ഷ മതനിരപേക്ഷ ചിന്താഗതി ഉള്ളത് കൊണ്ട് തന്നെ താങ്കൾ മുസ്ലിം നാമധാരി ആയതുകൊണ്ട് തന്നെ താങ്കളെ എടുത്തുയർത്തി എന്നതിൽ ആശ്ചര്യമൊന്നും എനിക്ക് തോന്നുന്നില്ല. യാഥാർത്ഥ്യമാണ്. അത്രയും ആശ്ചര്യത്തോടു കൂടി 2 മാസങ്ങൾക്ക് ഇപ്പുറം അദ്ദേഹത്തിന്റെ മൃതദേഹം തിരഞ്ഞുകൊണ്ട് പുഴയിലേക്ക് ഇറങ്ങി ഈശ്വർ മാൽപ്പയെ ആരാധിച്ചിട്ടൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് വളരെ വലിയൊരു സാഹോദര്യത്തിന്റെയും മതേതരത്തിന്റെയും ഒക്കെ മുഖംമൂടി കിട്ടി. നിങ്ങൾക്ക് വളരെയധികം നന്മമരമായി നിങ്ങളെ ഉയർത്തി. അത് നിങ്ങൾ ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. സോഷ്യൽ മീഡിയയിൽ ചില വിഭാഗങ്ങൾ തമ്മിൽ നല്ല വാക്പോരായിരുന്നു. നിങ്ങൾക്ക് നേരെ കുടുംബം വന്നപ്പോൾ നിങ്ങൾ അർജുന്റെ ബൈക്കല്ലേ കാണിച്ചുള്ളൂ, ഷഡ്ഡിയൊന്നും അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലെ നന്മമരത്തിന്റെ വളർച്ച നിങ്ങളും കാണിച്ചു. നിങ്ങൾ വേറെ ലെവലാണ്, നിങ്ങൾ വേറെ ലെവലോ ഇനി താഴത്തെ ലെവലോ മേലത്തെ ലെവലോ ഒന്നും ഈ കോപ്രായങ്ങളെല്ലാം കണ്ടുകൊണ്ടിരുന്ന് ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. ഇനി എനിക്ക് അർജുന്റെ കുടുംബത്തോടാണ് പറയാനുള്ളത്. നിങ്ങളൊന്ന് ആലോചിക്കണം. കേരളത്തിൽ പ്രകൃതി ദുരന്തത്തിൽപ്പെട്ട് കാണാതാവുകയോ മരണപ്പെടുകയോ ചെയ്യുന്ന ആദ്യത്തെ ആളല്ല അർജുൻ. പൊട്ടിമുടിയിലും കവളപ്പാറയിലും ഇപ്പോൾ വയനാടിലും ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടു പോയ 100 കണക്കിന് പേരുള്ള നാടാണ് കേരളം. 2018 പ്രളയത്തിൽ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടവരും മക്കളെല്ലാം നഷ്ടപ്പെട്ടവരും അടങ്ങുന്ന എത്രയോ ദുരന്തങ്ങളെ ഭാവിയിൽ ജീവിതം ചോദ്യചിഹ്നമായി നിന്നുപോയ ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കൊന്നും കിട്ടാത്തൊരു പരിഗണന നിങ്ങൾക്ക് കിട്ടി. ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായി, മലയാളി ലോറി ഡ്രൈവർ അർജുൻ എന്ന യുവാവിനെ കാണുവാനില്ല. ഇതാണ് പത്രവാർത്ത. ഇത്രയേ ഉള്ളൂ ന്യൂസ്. ഇതാണ് പണ്ടത്തെ ന്യൂസ്. പക്ഷേ ചാനലുകളെല്ലാം അവസരങ്ങൾ കൃത്യമായി മുതലെടുത്തു. പരമാവധി കേരള കർണാടക വൈരാഗ്യം വളർത്തിയെടുക്കാൻ ശ്രമിച്ചു. കർണാടകയോട് ദേഷ്യം തോന്നേണ്ട രീതിയിലൊക്കെ അവർ പരമാവധി റിപ്പോർട്ട് ചെയ്തു. അവർ തന്നെ കരയിലുണ്ടെന്ന് പറഞ്ഞ് പരമാവധി അവിടെ കിടന്ന് ഷോ കാണിച്ചു. ഒടുവിൽ കരയിലില്ല എന്നറിഞ്ഞപ്പോൾ പുഴയിലേക്ക് മാറി. അതും കുറെ കാലം ഓടും എന്ന് കരുതുന്നതിനിടയിൽ വയനാട് ദുരന്തം ഉണ്ടായി. എല്ലാവരും കൂടെ കൂടും കുടുക്കെടുത്ത് വയനാടേക്കും പോയി. കവളപ്പാറയിലും പൊട്ടിമുടിയിലും 2018 പ്രളയത്തിലും ഇപ്പോൾ വയനാട് ദുരന്തത്തിലും അനാഥമായി പോയവരും ജീവൻ നഷ്ടപ്പെട്ടു പോയ ഉറ്റവർക്കും ഉടയവർക്കും ഒന്നും നിലവിൽ എന്തെങ്കിലും ജോലി നൽകുമെന്നും സർക്കാർ വാഗ്ദാനം ചെയ്തിട്ടില്ല. അവർക്കൊക്കെ വീടുകൾ വെച്ച് നൽകാമെന്നും അവർക്കൊക്കെ സ്ഥലങ്ങൾ നൽകാമെന്നും ടൗൺഷിപ്പ് പണിയുമെന്നുള്ള വാഗ്ദാനങ്ങളും അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് ഒരു ജോലി നൽകി. ഇവിടെ PSCക്കൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട് ഒരു തൊഴിലിന് വേണ്ടി നടക്കുന്നത്. നിങ്ങൾക്കറിയാം, ഇപ്പോഴത്തെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തൊഴിൽ ഇല്ലായ്മ നേരിടുന്ന സംസ്ഥാനം കേരളമാണ്. അതിൽ ഇപ്പോഴും നമ്മൾ അഭിമാനത്തോടെ 1ാം സ്ഥാനത്ത് തന്നെ തുടരുന്നു. ഈ സാഹചര്യത്തിൽ നിങ്ങൾക്കൊരു തൊഴിൽ തന്നു. നിങ്ങളുടെ പത്രസമ്മേളനത്തിൽ സർക്കാർ നൽകിയ സേവനങ്ങൾക്കെല്ലാം നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയമായി നിങ്ങൾക്ക് നേരെ വരാവുന്ന എല്ലാ ആരോപണങ്ങൾക്കും ഒരു തടയിട്ടുകൊണ്ട് നിങ്ങൾ മനാഫിനെതിരെയും അതുപോലെ തന്നെ ഈശ്വർ മാൽപ്പയ്ക്കെതിരെയും സംസാരിച്ചു. പക്ഷേ വാക്കുകളിൽ ചെറുതായിട്ട് അഹങ്കാരങ്ങൾ പടരുന്നുണ്ട്. നിങ്ങൾക്ക് ആരുടെ ഔദാര്യം വേണ്ട, 75,000 രൂപയൊന്നും സാലറി ഇല്ലായിരുന്നു പറഞ്ഞ് ചിലപ്പോൾ വാസ്തവമായിരിക്കും. പക്ഷേ പിച്ച എടുക്കേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല, കഷ്ടപ്പാടുണ്ട് ഒക്കെ നിങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അർജുന്റെ വീടൊക്കെ ഞാൻ കണ്ടതാണ്. വാടക വീടാണോ ഒറിജിനൽ വീടാണെന്ന് എനിക്കറിയില്ല. എന്തായാലും നല്ല വീടാണ്. എന്നെക്കാളും ഒക്കെ വളരെ നല്ല വീട് തന്നെയാണ് ഉള്ളത്. അത്യാവശ്യം സാമ്പത്തിക ചുറ്റുപാടും ഒക്കെ ഉണ്ട്. നിങ്ങൾക്കൊരു ജോലി തന്നു, നിങ്ങളത് സ്വീകരിച്ചു. ഇപ്പോൾ നിങ്ങൾ ഈ വർത്തമാനങ്ങൾ പറയുമ്പോൾ അഹങ്കാരം വന്ന് മൂടാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ സംസാരങ്ങളിലൊക്കെ ആവശ്യത്തിൽ കൂടുതൽ അഹങ്കാരം വന്ന് കയറുന്നുണ്ട്. നിങ്ങൾക്ക് ജോലി വേണ്ട നിങ്ങൾ പറഞ്ഞില്ലല്ലോ. എനിക്കിത് അത്ര ദാരിദ്ര്യമൊന്നുമില്ല, ഞാൻ കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഈ ജോലി വേണ്ട, വേറെ ആർക്കെങ്കിലും കൊടുത്തോളൂ, വേറെ ഏതെങ്കിലും പാവപ്പെട്ടവരുണ്ടെങ്കിൽ കൊടുത്തോളൂ എന്ന് നിങ്ങൾ പറഞ്ഞില്ലല്ലോ. കേരളത്തിൽ പട്ടിണി കിടന്ന് ഭക്ഷണം മോഷ്ടിച്ച മധു എന്ന യുവാവിനെ തല്ലിക്കൊന്നിട്ട് ആ പാരമ്പര്യമുള്ള നാടാണ് നമ്മൾ. എന്നിട്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ആർക്കെങ്കിലും തൊഴിൽ കൊടുത്തായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ പെങ്ങൾ ജോലി വാങ്ങി, അത് അവരെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാ. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇതുപോലെ ദുരന്തങ്ങൾ ഉണ്ടായിട്ട് അവർക്കൊക്കെ തൊഴിൽ കൊടുത്തു, സഹകരണ മേഖലകളിൽ എന്തെങ്കിലും സ്ഥാപനത്തിൽ തൊഴിൽ കൊടുത്തു നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവർക്കൊന്നും കിട്ടാത്ത ആനുകൂല്യം നിങ്ങൾക്ക് കിട്ടി. നിങ്ങൾക്ക് വേണ്ടി ഈ നാട് മുഴുവൻ പ്രാർത്ഥിച്ചിരുന്നു ഒരു സമയത്ത്. അപ്പോൾ നിങ്ങൾ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടവരെയും നിങ്ങൾ പറഞ്ഞു വെറുപ്പിക്കുമ്പോൾ അതും നിങ്ങൾ സൂക്ഷിക്കണം.
നിങ്ങൾ സഹോദരനാണ്, എല്ലാത്തിനും പോയി നിന്നത് അളിയനാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കുടുംബത്തിൽ ഒരാൾ നിങ്ങൾ പോകണം. അങ്ങനെയാണോ ബാക്കിയുള്ളവർ? അവർക്ക് ആരാ അർജുൻ? ആരുമല്ല. ദുരന്തത്തിൽപ്പെട്ട് കാണാതായി പോയ ഒരാൾ മാത്രം. പക്ഷേ ഈ ഈശ്വർ മാൽപ്പേക്ക് അവിടെ പോയി നിന്നില്ലേ? അയാൾ അത്രയും കഷ്ടപ്പെട്ടില്ല. അയാൾ ആ വെള്ളത്തിൽ ഇറങ്ങി എന്നുള്ളതിൽ എനിക്ക് തർക്കമൊന്നുമില്ല. അയാള് യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി മുതലെടുക്കാൻ പോവുകയും ചാനലുകളുടെ മുന്നിൽ നിന്ന് വന്ന് നിന്നുകൊണ്ട് ഇവന്റെ ഡെഡ് ബോഡി കിട്ടാതെ ഞാൻ പോകില്ല, അവന്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്കാണ് എന്ന് തുടങ്ങിയ ഡയലോഗുകളൊന്നും അടിച്ചില്ല. കാരണം ഈശ്വർ മാർപ്പയ്ക്ക് അങ്ങനെയുള്ള ബന്ധങ്ങളൊന്നുമില്ല ഈ അർജുന്റെ കുടുംബമായിട്ട്. പക്ഷെ മനാഫിനുണ്ടായിരുന്നു. മനാഫ് അത് കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോ ഇന്നലെ തൊട്ടുള്ള ഇന്റർവ്യൂവിൽ മനാഫ് എന്ന നന്മമരത്തിന്റെ നന്മയുടെ കൊടുമുടി നമ്മളിപ്പോ കണ്ടതുമാണ്. എന്തായാലും പ്രകൃതി ദുരന്തങ്ങളിൽ കാണാതാവുന്നവരും മരണപ്പെടുന്നവരും ഒക്കെ നമ്മുടെ നാട്ടിലൊരു പരമ്പര തന്നെ ആയിട്ടുണ്ട്. ഇത് ഇവിടം കൊണ്ട് അവസാനിപ്പിക്കൂ എന്ന് ഞാൻ കരുതുന്നു. കേരളത്തിലെ മാധ്യമ ചെറ്റകൾക്കെല്ലാം 100 കാര്യങ്ങളുണ്ട്. നിങ്ങളെയും കേട്ടുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്തരം ജോലിക്കൊക്കെ പോകുന്ന ഒരുപാട് പേരുണ്ട്. ഇവിടെ ഒന്നുമല്ല, ആസാമിൽ പോകുന്നവരും ബീഹാറിൽ പോകുന്നവരും ഒക്കെ ഉണ്ട്. ഓൾ ഇന്ത്യ ട്രിപ്പ് അടിക്കുന്ന വേറെ ടീമുകളുണ്ട്. ഇവരൊക്കെ ഇതിനു മുൻപും മണ്ണിടിച്ചിലിനും വെള്ളപ്പൊക്കത്തിലും മരണപ്പെട്ടവരും ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു ആനുകൂല്യം, അല്ലെങ്കിൽ നിലവിലെ സോഷ്യൽ മീഡിയയുടെയും ഒക്കെ ഒരു പവർ വെച്ച് നിങ്ങൾക്ക് കിട്ടിയ ഇത്ര ആനുകൂല്യങ്ങളെ നിങ്ങൾ വില കുറച്ച് കാണുന്ന രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകരുത്. ഇത് ഒരു അഭ്യർത്ഥന മാത്രമാണ്.